ഞാൻ തൃശ്ശൂർ ഒഴിക്കുകയും തൃശ്ശൂർ കലാസദനം ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഇത്. ഡാവിഞ്ചിക്കൊരു അവസാനത്തെ അത്താഴം, ലിയനാർഡോ ഡാവിഞ്ചി വരച്ച അവസാനത്തെ അത്താഴത്തിന്റെ ദൃശ്യമായ വിവരണമാണ് നടത്തുന്നത് കഥകളിയിലൂടെ. പ്രശസ്തനായ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഫ്രാൻസിസ് കോളേജ് പ്രശസ്തനായ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിലെല്ലാം യുവജനങ്ങളടക്കം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫ്രാൻസിസിന്റെ ഒരു ആശയങ്ങൾ നമ്മൾ ചെയ്യുന്നത് ലിയനാർഡോ ഡാവിഞ്ചി വരച്ച ചിത്രത്തില് ഡാൻ പോൾ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഇതിനൊരു പല രീതിയിൽ അത് വേറിട്ട ചിന്തയിൽ ചിത്രീകരിക്കുകയും പറയുകയുണ്ടായി. അത് അങ്ങനെയല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അതില് അവസാനത്തെ തലത്തിലുള്ള കുർബാന ദൈവം ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. അതിനെ കുറിച്ചൊക്കെ എന്നെ കൂടുതൽ വ്യക്തമായിട്ട് പറയാനായിട്ട് ഫ്രാൻസിസിന് കഴിയും. അപ്പൊ ഈ പരിപാടി നടക്കുന്നത് ഏപ്രിൽ 1 തീയതി റീജിയണൽ തിയേറ്ററിലാണ്. വൈകിട്ട് 5 മണിക്ക്. പ്രവേശനം സൗജന്യമാണ്. എങ്കിലും പത്രക്കാർക്കും അങ്ങനെ പ്രധാനപ്പെട്ടവർക്ക് എല്ലാവർക്കും VIP പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബിഷപ്പ് സ്ഥാനത്തും കാര്യം ബിഷപ്പ് വാഗി തിരുമേനിയും പിന്നെ മേയർ VG ജസ്റ്റിനും ഫ്രാൻസിസ് എഴുതിയൊരു ബുക്ക് പ്രശസ്ത സംഗീത സംവിധായകൻ സിനിമാ സംവിധായകൻ സത്യനാഥിക്കാരൻ അവിടെ വെച്ച് ഫ്രാൻസിസ് കോളേജിന്റെ ബുക്ക് പുറത്തിറക്കുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ കാര്യങ്ങളെ കൂടി ഫ്രാൻസിസ് കോളേജിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫ്രാൻസിസ് കോളേജിൽപ്പെട്ട OMCയുടെ പ്രസിഡന്റ് ജോജു മഞ്ഞിലയാണത്. കലാസഭയുടെ പ്രസിഡന്റ് ബാബു കവലക്കാട്ട്, അത് OMCയുടെ സെക്രട്ടറി ജിൽസ, OMCയുടെ ട്രഷറർ നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചിത്രരചനാ ജീവിതത്തിലെ ഒരു നാഴിക കലായിരുന്നു ഡീകോഡിംഗ് ദാവിഞ്ചി എന്ന ചിത്രപരമ്പര. 2000 തുടങ്ങി 2006 വരെ നീണ്ടുനിന്ന ഒരു 5.5 വർഷത്തോളം നീണ്ടുനിന്ന ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ചിത്ര പരമ്പര പൂർത്തിയാക്കിയത്. 12 ചിത്രങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു അത്. ഡീകോഡിംഗ് ദാവിഞ്ചി എന്തായിരുന്നു അതിന് പേരിട്ടിരുന്നത്. അതിൽ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ദാവിഞ്ചിയുടെ സ്കെച്ചുകളിലേക്ക് പോയി. അവസാനത്തെ അത്താഴം എന്ന അദ്ദേഹത്തിന്റെ ചിത്രം ഇറ്റലിയിലെ മിലാനിലെ സാന്താ മരിയ ദെല്ലാ ഗ്രാസിയ എന്ന ആശ്രമത്തിന്റെ ഊട്ടുമുറിയുടെ ചുവരിലാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ആ ചിത്രത്തിൽ ലിയനാർഡോ ഡാവിഞ്ചി എന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരൻ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ രഹസ്യം ജിയോമെട്രിക്കലി ജാമിതീയമായി വരച്ചു വെച്ചത് എന്നതായിരുന്നു എൻ്റെ കണ്ടുപിടുത്തം. അത് നീണ്ട കാലത്തെ പരിശ്രമത്തിന്റെയും ദാവിഞ്ചിയുടെ ഡയറികളെ പോലും അനലൈസ് ചെയ്തും ഒക്കെയാണ് നമ്മൾ അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിയത്. അപ്പത്തിന്റെയും വീഞ്ഞടങ്ങുന്ന കാസയുടെയും രൂപത്തിൽ എങ്ങനെയാണ് ദാവിഞ്ചി വിശുദ്ധ കുർബാനയുടെ രഹസ്യം, അതായത് അന്ന് അവസാനത്തെ അത്താഴത്തിൽ വെച്ചാണ് ജീസസ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് അപ്പം എടുത്തു തരികയും ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് വീഞ്ഞു തരികയും ഇത് ഒരുമിച്ച് ചേരുമ്പോൾ തലമുറകളിലേക്ക് നിങ്ങൾ എന്നെ ഓർക്കും എന്ന് പറയുകയാണ് ചെയ്തത്. ആ അന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ന് എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആചരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ രഹസ്യം എന്ന് പറയുന്ന അതാണ്. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും കൂടിച്ചേരലിലൂടെ എങ്ങനെ യേശുവിനെ നമുക്ക് ഫിസിക്കലായിട്ട് അനുഭവിക്കാൻ. അപ്പോൾ ഈ ദാവിഞ്ചിയുടെ ഏത് ചിത്രങ്ങളിൽ ഒരു ചൂണ്ടുവിരലുണ്ടോ ആ ചൂണ്ടുവിരലിന്റെ ഡയറക്ഷനിലാണ് അദ്ദേഹം രഹസ്യം ഒളിപ്പിച്ചു വെക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഡയറികൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ ചിത്രത്തിൽ നോക്കിയപ്പോൾ ഈ ചിത്രത്തിൽ
യേശുവിന്റെ ഇടതുവശത്തിരിക്കുന്ന ശിഷ്യൻ മുകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ യേശുവിന്റെ ശിരസിന് മുകളിലേക്ക് നടത്തിയ പഠനങ്ങളിലാണ് കാസ കണ്ടെത്തുന്നത്. ഈ കാസയ്ക്ക് വേണ്ടി അദ്ദേഹം അതിന്റെ തട്ട്, ഈ ഊട്ടുമുറിയുടെ തട്ട്, ഊൺമുറിയുടെ തട്ട് 12 തിരശ്ചീന രേഖകൾ കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അത് വന്ന് യേശുവിലൂടെ പൂർത്തിയാകുന്ന ഒരു വലിയ കാസയും, അതുപോലെ തന്നെ ഈ കാസയും യേശുവും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ് ആകൃതിയുണ്ട്. എക്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മാത്സിലൊക്കെ സപ്പോസ് എക്സ് എന്ന് പറയുന്ന അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ്, അതല്ലെങ്കിൽ ഈശ്വരൻ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ. ഈ എക്സിന്റെ 4 എഡ്ജുകളെയും കൂട്ടി യോജിപ്പിച്ചാൽ, ആക്സസുകളെയും കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന ഒരു സർക്കിൾ, അത് ജീസസിനെ ഉൾക്കൊണ്ട് പൂർത്തിയാകുന്ന ഒരു സർക്കിളാണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടി ചേരുന്ന പോയിന്റിലേക്കാണ് ഡാവിഞ്ചി എക്സാക്ട്ലി ആ പോയിന്റിംഗ് ഫിംഗർ വരച്ചു വെച്ചത്. അപ്പം അത് മാത്തമാറ്റിക്കലായിട്ട് എനിക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതിന് ആ വർഷത്തെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. അപ്പം ഇതെങ്ങനെ ഡാവിഞ്ചി ഇതിനകത്ത് വരച്ചു വെച്ചു എന്ന് അനലൈസ് ചെയ്യുകയാണ് ഈ കഥകളിയിലൂടെ ചെയ്യുന്നത്. ഡാവിഞ്ചി ആയിട്ട് പീശപ്പള്ളി ആണ് വേഷമിടുന്നത്. യേശുവും ശിഷ്യന്മാരും ഉണ്ടാകും. ഡാവിഞ്ചിക്ക് യേശു തന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയും, അത് മഗ്ദലേന മറിയത്തിന്റെ ഒരു അപേക്ഷയിലാണ് യേശു അങ്ങനെ തീരുമാനിക്കുന്നത്. യേശുവും മഗ്ദലേന മറിയും ഒക്കെ മരിച്ചു കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഡാവിഞ്ചി ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഡാവിഞ്ചി ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു, ശിഷ്യന്മാരും ഡാവിഞ്ചിയും കൂടി അത് വരയ്ക്കുന്നു. അതിനുശേഷം ഈ ചിത്രം വരെ കഴിഞ്ഞ് യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെയാണോ ഈ ചിത്രം വരച്ചിരിക്കുന്നതെന്ന് നോക്കാൻ വീണ്ടും വരുന്നു. അങ്ങനെ താൻ പറഞ്ഞു പോലെ തന്നെ കൃത്യമായിട്ട് ഡാവിഞ്ചി വിശുദ്ധ കുർബാനയുടെ രഹസ്യം അതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് മടങ്ങുന്നു. ഇതാണ് കഥകളിയുടെ ഒരു രത്നച്ചുരുക്കം. ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി ബുധനാഴ്ചയാണ് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ ഇത് അരങ്ങേറുന്നത്. തൃശ്ശൂർ YMCAയുടെയും തൃശ്ശൂർ കലാസഭന്റെയും സഹായ സഹകരണത്തോടെ അവരുടെ ആഭിമുഖ്യത്തിലാണ് ഈ കഥകളി അരങ്ങേറുന്നത്. നിങ്ങൾ എല്ലാവരെയും അത് കാണാനും അതിനെപ്പറ്റി ഫോട്ടോകൾ എടുക്കാനും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രത്യേകം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത് കൊടുക്കണ്ട, സ്ക്രിപ്റ്റ് കൊടുക്കണ്ട എല്ലാവർക്കും. നമുക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു പാംഫ്ലെറ്റ് പോലെ ഇതിലൊരു ചുരുക്കം രംഗം അല്ല, അതെ 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 കഥകളി അതേപോലെ തന്നെ ലൈവ് നമ്മുടെ പ്രിയപ്പെട്ട ആട്ടക്കഥാകാരി രാധാമാധവൻ അന്തർജനാണ് അതിന്റെ ആട്ടക്കഥ എഴുതിയിട്ടുള്ളത്. അവര് വരുന്നുണ്ട്. അവര് ഇതിനു മുമ്പ് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ മാത്രമല്ല, നമുക്ക് പ്രിന്റ് ചെയ്ത് അതിന്റെ രംഗം ബൈ രംഗം ഓരോ രംഗത്തിന്റെയും വിശദീകരിച്ചുകൊണ്ട് പാംഫ്ലെറ്റ് ഉണ്ട്. അതും അതിനു മുമ്പ് നമുക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടുത്തെ അതെ 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 കഥകളി തന്നെ, പക്കാ കഥകളി. 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത്. 1 മണിക്കൂർ 40 മിനിറ്റ്. 12 പേര് യേശുവും, മറ്റേത് ദാവിഞ്ചിയാണ്. എണീറ്റ് നിൽക്കുന്നത് ദാവിഞ്ചിയാണ്. അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. മഗ്ദലേന മറിയം സ്റ്റേജിൽ വരും. ആദ്യം മഗ്ദലേന മറിയം യേശുവിന്റെ അടുത്ത് പറയുന്നതാണ്, ഇങ്ങനെ ഈ രഹസ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ യേശു വന്നിട്ട് ദാവിഞ്ചിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് അവതരിപ്പിക്കാം. ഓ യെസ്. ഇത് 10 വർഷം മുന്നേ ഇവര് ഇത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു പൊതുജനത്തിനുള്ള അവതരണം ഉണ്ടായില്ല. ഇത് കഴിഞ്ഞ വർഷം അവതരിപ്പിക്കാനുള്ള ഒരു നിലപാടായിരുന്നു. ഈ വർഷം നമ്മൾ പൊതുവായിട്ട് അവതരിപ്പിക്കുക. 1 വർഷമായിട്ട് അതിന്റെ റിഹേഴ്സൽ, 1 വർഷമായിട്ട് അതിന്റെ റിഹേഴ്സലും അതിന്റെ ആട്ടക്കഥ ശരിയാക്കലും അങ്ങനെ
ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതാണ്. ഞങ്ങൾ ഇതിന്റെ റിഹേഴ്സലൊക്കെ പറഞ്ഞു. നമ്മൾ അത്ര വലിയൊരു ആസ്വാദകനല്ല, എന്നാലും കുറെ നേരം നോക്കിയിരുന്നപ്പോൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ കുറച്ച് ഞാനൊരു ക്രിസ്ത്യനായി കാരണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാരണം കൂടി മനസ്സിലായി. ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. എന്തായാലും ഞാൻ ട്രാൻസ്ലേഷന് വളരെയധികം അഭിനന്ദിക്കും. കാരണം ഇതിലൊരു കൾച്ചറൽ ഇത് മാത്രമല്ല, ഒരു കമ്മ്യൂണൽ ഹാർമണി ഇത് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് കർത്തവ്യത്തിന്റെ തലേദിവസം ഈ കർത്തവ്യാഴ്ച കുർബാന വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ടുള്ളത് ഈ അവസാനത്താണ്. അപ്പൊ അന്നത്തെ ഒരു ദിവസം അതിനൊരു പ്രത്യേകിച്ച് പ്രസിഡന്റ് അതൊരു എല്ലാ വട്ടം ഈ അവസാനത്തെ തലത്തിന്റെ പടം ഈ വർഷം ഈ കേരളത്തിന് തനിമയായ കഥകളി രൂപത്തിലുള്ള പടം കൊടുക്കാനുള്ള അവസരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേഷം ഇടാൻ 12 യേശു 13 പിന്നെ മക്തങ്ങൾ പറയും 14 ദാവിഞ്ചിയുടെ 2 ശിഷ്യന്മാർ 16 പേര്. ലിയനാർഡോ ദാവിഞ്ചി, പി ഷഫിള്ളി രാജീവ്, വളരെ ഫേമസ് ആയിട്ടുള്ള കലാമണ്ഡലത്തിലെ ഗുരു കൂടിയാണ്. യുവദാസായിട്ട് കലാമണ്ഡലം മനോജ്, ദാവിഞ്ചിയുടെ ശിഷ്യന്മാരായിട്ട് വിഷ്ണു വെള്ളക്കാട്, സവേരി മേലടം. ഈ ഇതിന് കഥകളിക്ക് സംഗീതം പകർന്നിട്ടുള്ളത് സദനം ശിവദാസ്, ശ്രീദേവൻ ചെറുമുറ്റം, ചെണ്ട, കലാമണ്ഡലം സുധീഷ്, മദ്ദളം ബിജു ആറ്റുപുറം, ചുട്ടി, കലാമണ്ഡലം സുധീഷ്, കലാമണ്ഡലം ഷിബു, കോപ്പ് മഞ്ജുധര മാങ്ങോട്. അവതരണം ആംഗികം കൾച്ചറൽ സെന്റർ, വണ്ടൂർ, മലപ്പുറം. അതേപോലെ